പേഴ്സണാലിറ്റി ചേഞ്ചസ് ഡെവലപ്മെന്റ് ഒക്കെ വ്യത്യസ്തമായ രൂപത്തിലുണ്ട്. നമ്മൾ ഔട്ടർ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യുന്നതും ഇന്നർ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ്. അതേപോലെ ചേഞ്ചസ് എന്ന് പറയുന്നത് സമമല്ല ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നതും ഗ്രോത്തും സമമല്ല. പ്രോഗ്രഷൻ, ഇതൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻ ഓരോ ഏരിയയിലാണ് ഇത് ഉപയോഗിക്കുക. ചിലപ്പം ഇൻഡിവിജ്വലിന്റെ ലൈഫിലാകുന്നത്, ചിലപ്പം ഓർഗനൈസേഷനിലായിരിക്കും. ട്രാൻസ്ഫോർമേഷൻ വേറൊന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഹ്യൂമൻ ബീങ്സ് അപ്ലൈ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ഏത് ടൈപ്പ് ഓഫ് ഏരിയയിലാണ്, ഏത് ഏരിയയിലാണ് വരിക എന്നുള്ളത് വളരെ പ്രധാനം. പേഴ്സണാലിറ്റി ട്രാൻസ്ഫോർമേഷണൽ കോച്ച് എന്നൊക്കെ ഇപ്പം നമ്മൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് പുതുതായി കേൾക്കുന്ന വാക്കാണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ പേഴ്സണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടില്ല. പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്. ആക്ച്വലി പാരഡൈം ഷിഫ്റ്റ് അത് വളരെ അല്ലാതെ ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് പാരഡൈം ഷിഫ്റ്റിലൂടെയാണ്. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കംപ്ലീറ്റ് ഉള്ള ഒരാളുടെ വിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള, അയാളുടെ കാഴ്ചപ്പാടിനെ ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഉള്ള ഒരു ഷിഫ്റ്റ് ഒരാളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഈ ചേഞ്ചസ് ഒക്കെ വിസിബിൾ ആവും, ട്രാൻസ്ഫോർമേഷൻസ് വിസിബിൾ ആവും, ഗ്രോത്ത് വിസിബിൾ ആവും, ഡെവലപ്മെന്റ്സ് ഒക്കെ വിസിബിൾ ആവും, എല്ലാം വിസിബിൾ ആണ്. പക്ഷേ ഇന്നർ ട്രാൻസ്ഫോർമേഷൻസ് എല്ലാവർക്കും വിസിബിൾ ആവണം എന്ന് നിർബന്ധമില്ല. പാരഡൈം ഷിഫ്റ്റ് ആക്ഷനിലൂടെ അല്ലെങ്കിൽ വേർഡിലൂടെ ആളുകൾക്ക് വിസിബിൾ ആയേക്കാം. അപ്പൊ എന്താണ് ഈ ശരിക്കുള്ള പാരഡൈം ഷിഫ്റ്റ്? ഈ ചിന്താ രീതിയിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അട്ടിമറിയാണ്, പൂർണ്ണമായിട്ടുള്ള ചിന്താ രീതിയിലുള്ള അട്ടിമറി. നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിക്കാറ്, നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങളോടുള്ള സമീപനം, ഇങ്ങനെയൊന്നും അല്ലല്ലോ നിങ്ങൾ ചിന്തിക്കാറ്, നിങ്ങളുടെ ചിന്താഗതിയിൽ തന്നെ കംപ്ലീറ്റ് മാറിപ്പോയല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ടാവും ചിലരോട്. ഇതിന്റെ ബേസിക് റീസണിലൊന്ന്, ഇവർ കംപ്ലീറ്റ്ലി പാരഡൈം ഷിഫ്റ്റ് സംഭവിച്ചിട്ടുള്ള ആളുകൾ. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് അങ്ങനത്തെ ആളുകൾ ആവേണ്ടത്. പാരഡൈം ഷിഫ്റ്റ്, ഓരോ കാര്യങ്ങളോടുള്ള അപ്രോച്ചുകൾ നമ്മൾ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. ഇതിനൊക്കെ ഉള്ള ഈ പാരഡൈം ഷിഫ്റ്റുകൾക്കൊക്കെ ഉള്ള തടസ്സം എന്താണ് ശരിക്കും? ഇതിനുള്ള തടസ്സം ഒന്ന് അറിവില്ലായ്മയും, രണ്ട് നമ്മൾ പൂർണ്ണമായ അറിവ് നേടിയവരായതുകൊണ്ടാണ്. മനുഷ്യന്റെ ചിന്തയിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച്, എനിക്ക് എല്ലാ അറിവും ആയിക്കഴിഞ്ഞു, എന്നെ ഇനി പഠിപ്പിക്കേണ്ടതില്ല, എനിക്കിനി അറിവ് കിട്ടേണ്ടതില്ല, ഞാനിനി അറിവിന്റെ പുറകിൽ പോകുന്നില്ല എന്നുള്ള ഒരു എന്താ പറയുക ലോക്ക്ഡ് ബോട്ടിലായതുകൊണ്ട് പിന്നെ അതിനകത്തേക്ക് ഒന്നും ഒഴിച്ചാൽ ഒഴിയില്ല. അപ്പൊ രണ്ട് കാരണമാണ്. ഒന്ന് അറിവില്ലായ്മ, രണ്ട് എനിക്ക് പൂർണ്ണമായ അറിവുണ്ട് എന്നുള്ള ഐ എം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്ന ഏറ്റവും റോങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ഈ രണ്ട് രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിൽ നമ്മളുടെ പാരഡൈം ഷിഫ്റ്റുകൾ സംഭവിക്കാതിരിക്കും. അപ്പം നമുക്ക് ശരിയായ ഒരു പാരഡൈം ഷിഫ്റ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഒബ്സർവ് ചെയ്യുക, എന്നല്ല നമ്മൾ പറഞ്ഞ പോലെ സെൽഫ് അവെയർനെസ് നമുക്ക് ഉണ്ടാവണം. നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ദിവസം സെൽഫ് അവെയർനെസ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ അവെയർനെസ് ഒരു വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു എലമെന്റാണ്. അവെയർനെസ്സിൽ നിന്നാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. ഞാൻ ഹൃതിക് റോഷനാണ്, ഞാൻ ഐശ്വര്യ റായി ആണെന്നുള്ള ഒരിക്കലും അതുപോലും അതിൻ്റെ അടുത്തത് പോലും മാച്ച് ചെയ്യാത്തൊരവസ്ഥയിൽ ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, അത് അവെയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എൻ്റെ റിയാലിറ്റി അവെയർനെസ് എനിക്ക് ക്ലാരിറ്റിയോട് കൂടി ഉണ്ടാവണം. അത് അവനവൻ ഉണ്ടാക്കിയെടുത്താലേ പറ്റുള്ളൂ. അപ്പൊ അൺവാണ്ടഡ് ആയിട്ട് മിഥ്യയിൽ നിന്നാൽ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നർത്ഥം. എന്നെക്കാൾ മികച്ച ബോഡി വേറെ ആർക്കും ഇല്ല എന്ന് ഒരാൾക്ക് തോന്നി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ബോഡി ഡെവലപ്പ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഇല്ലല്ലോ. സോ ഐ വാണ്ട് ടു ഗ്രോ ഡേ ബൈ ഡേ 0.0007 അറ്റ്ലീസ്റ്റ്, അത്രയെങ്കിലും ഞാൻ ഗ്രോ ചെയ്ത ഒരു 5 വർഷം കൊണ്ട് ഇത്ര പെർസെൻറ്റേജ് ഗ്രോ ചെയ്യുമെന്നുള്ളൊരു കാൽക്കുലേഷൻ, അല്ലെങ്കിൽ മൈൽഡ് ചേഞ്ചസ് വിച്ച് ഈവൻ നോട്ട് വിസിബിൾ അല്ലാത്ത വിധത്തിലുള്ള ഒരു മൈൽഡ് ചേഞ്ച് എന്നിൽ എല്ലാ ദിവസവും ഞാൻ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത്
ഗ്രോ ചെയ്യുന്ന ഒരാൾക്ക് മാത്രം സാധിക്കുന്നതാണ്. അപ്പോൾ അവയർനെസ്സിൽ നിന്ന് തൻ്റെ പാരഡൈം ഷിഫ്റ്റ് ആവണമെന്നുള്ള തിങ്കിങ്ങിൽ നിന്നാണ് ഒരാൾ മാറുക. അപ്പോൾ ഇത് എത്ര സമയം കൊണ്ട് ഓരോന്ന് പോസിബിൾ ആണ്. ഇപ്പൊ ഔട്ടർ പേഴ്സണാലിറ്റി ചേഞ്ച്, ഇപ്പോൾ ഡ്രസ് കോഡ് മാറണമെന്നുണ്ടെങ്കിൽ ഒരു 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 പ്രശ്നവുമില്ല, അത് സ്പോട്ടിൽ മാറാൻ പറ്റും, വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാറും. മൈൻഡ് റെഡി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറും. പക്ഷേ ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് അനുസൃതമായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവണമെന്നൊന്നുമില്ല, അത് നിർബന്ധമില്ല. അപ്പൊ ഈ ഔട്ടർ ചേഞ്ചസ് ഒക്കെ ഒരു പക്ഷേ ഈസിലി പോസിബിൾ ആവും. ബാർബർ ഷോപ്പിൽ ഇരിക്കുമ്പോൾ ഒന്ന് ഉറങ്ങി കൊടുത്താൽ ബാർബർ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് വെട്ടി മാറ്റി താടിയും മുടിയൊക്കെ മാറ്റി കളഞ്ഞ്, അത് ഔട്ടർ പേഴ്സണാലിറ്റിക്ക് നമ്മളുടെ മൈൻഡിനെ ചിലപ്പം സപ്പോർട്ട് ചെയ്യാൻ തന്നെ കഴിയണമെന്നില്ലെങ്കിൽ പോലും അത് മാറ്റാം. ആർക്കും അത് ഇൻഫ്ലുവൻസ് ചെയ്യാം, അല്ലെങ്കിൽ അറിയാതൊക്കെ സംഭവിക്കാം. ബട്ട് ഇന്നർ പേഴ്സണാലിറ്റി ഇത് ആക്സെപ്റ്റ് ചെയ്യുകയോ, അപ്പൊ ഇന്നർ ചേഞ്ചസിന് ആണ് ഏറ്റവും അധികം ചാലഞ്ച്. ഇന്നർ ഇന്നർ പേഴ്സണാലിറ്റിനെ ചാലഞ്ചിങ് ആയിട്ട് എടുക്കണം. അപ്പൊ അവിടെയാണ് പാരഡൈം ഷിഫ്റ്റിന്റെ ബേസ് കിടക്കുന്നത്. ഒന്ന്, നമ്മളുടെ കയ്യിലുള്ള അറിവ് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവണം അപ്പോഴാണ് നമ്മൾ പുതിയ അറിവിന് തേടി പോകുള്ളൂ. ഒരു വലിയ മഹാസമുദ്രത്തിൽ കൊത്തിക്കുടിക്കാൻ ശ്രമിക്കുന്ന ഒരു കുഞ്ഞു കുരുവിയുടെ ചുണ്ടിൽ എത്ര വെള്ളം കൊള്ളുമോ, കുരുവിക്കെ സംബന്ധിച്ചിടത്തോളം ചുണ്ട് കവിള് നിറയെ വെള്ളം കൊണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഒരു ട്രെയിനിങ്ങിനിടയിൽ ചോദിച്ചപ്പം ഒരു സ്റ്റാഫ് എഴുന്നേറ്റ് പറഞ്ഞത് ഞാൻ പണ്ട് പറഞ്ഞത്, അത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഈജിപ്ഷ്യൻ പെൺകുട്ടി എഴുന്നേറ്റുന്നത്, സാറേ ഒരു ചെറിയ ഒരു തുള്ളി, ഒരു അത്ര കുറഞ്ഞ ഒരു തുള്ളിയാണ് അതിലുണ്ടാവാൻ. അത്ര തന്നെ അറിവ് അവനവന്റെ അടുത്ത് ഇല്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് ആദ്യമായിട്ട് തന്റെ അറിവിനെ അസസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത്ര അറിവ്, ഒരു പൂജ്യം ഇട്ടതിന് ശേഷം ഒരു കുത്തിട്ട് ഒരുപാട് പൂജ്യങ്ങളിട്ട് അവസാനം ഏതെങ്കിലും ഒരു അക്കം ഇട്ടാൽ അത്രയേ അറിവ് എൻ്റെ കയ്യിലുള്ളൂ എന്ന് വിചാരിക്കുന്നിടത്തു നിന്നാണ് അറിവ് എടുക്കാനുള്ള ചിന്ത സ്റ്റാർട്ട് ചെയ്യുക, അറിയാനുള്ള ത്വര സ്റ്റാർട്ട് ചെയ്യുക, പഠിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാവുക. സോ അവിടെ നിന്നാണ് അറിവ് ശരിക്കും ആഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അറിവില്ലായ്മ എൻ്റെ ശത്രുവാണ്, ഞാൻ ആ അറിവില്ലായ്മ ഉണ്ട് എന്നുള്ള അറിവ് പോലും എനിക്കില്ല, സെൽഫ് അവയർനെസ് പോലും എനിക്കില്ല, അതുപോലും ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എന്തറിയാനാണ്? അപ്പോൾ ഓരോ ദിവസവും പുതിയ അറിവ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇന്നലെ ഒരാൾ സർട്ടിഫിക്കേഷനൊക്കെ ചെയ്ത സമയത്ത് അദ്ദേഹത്തോട് അപ്രീഷിയേഷൻ ചെയ്ത സമയത്ത് പറഞ്ഞു, ഈ വർഷം പുതിയൊരു സർട്ടിഫിക്കേഷൻ ചെയ്യണം, പുതിയൊരു പഠനത്തിലേക്ക് കടക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഐ വിൽ ലേൺ എവറി ഡേ എന്ന് പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും പഠിക്കും. ആ ഒരു തോട്ട് ഉണ്ട്, ഞാൻ എല്ലാ ദിവസവും പഠിക്കുമെന്ന്. തനിക്ക് പഠിക്കാൻ പോലും പ്രയാസമുള്ള ഒരു തിരക്കേറിയ സമയത്ത് പഠിക്കും, ഐ ലേൺ എനിത്തിങ് അറ്റ് എവറി ഡേ എന്ന് വിചാരിക്കുന്നിടത്തു നിന്നാണ് നമ്മളുടെ തിരിച്ചറിവ് നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാവാം. അപ്പോൾ ആ തിരിച്ചറിവിലേക്കുള്ള ഒരു യാത്ര, ഈ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു യാത്ര, നമ്മളെ ഓവറോൾ ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന് ഏറ്റവും അധികം നമ്മളെ സഹായിക്കുക പുതിയ ആളുകളെ പരിചയപ്പെടാൻ ശ്രമിക്കലാണ്. അതിന് ചില സൊല്യൂഷൻസ് ആണ്. ഒരു പുതിയ ആളെ പരിചയപ്പെടുക. ഓരോ ആളുകളെ പരിചയപ്പെടാതെ വീട്ടിലിരുന്നാൽ, അല്ലെങ്കിൽ ആരോടും സംസാരിക്കാനും ചിരിക്കാനും മടി കാണിച്ചാൽ ആളുകളുടെ ബിഹേവിയർ സെൻസ് മനസ്സിലാവില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ബിഹേവിയർ സെൻസ് ഉള്ള ആളുകൾ ഭൂമിയിലുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ആളുകളുള്ള ഒരുപാട് ആളുകൾ നമ്മൾ ഭൂമിയിൽ കണ്ടു. അവരെ നമ്മൾ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഒന്ന്, ആളുകളെ മീറ്റ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുക. അതിനൊരു ചെറിയ സമയം അലോക്കേറ്റ് ചെയ്താൽ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയാം. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഇപ്പോൾ മോഡേൺ എഡ്യൂക്കേഷൻ്റെ കംപ്ലീറ്റ് ബേസ് തന്നെ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലേക്ക് മാറിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ആളുകളുടെ പെട്ടെന്ന് പ്രാക്ടിക്കാലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലേക്ക് പോകുന്നു. രണ്ട്, ട്രാവൽ ചെയ്യുക, ചെറിയ ട്രാവലിങ്. ഞാൻ പറയുന്നത് വലിയ കാശ് മുടക്കി വലിയ ട്രെയിലും പ്ലേറ്റും പിടിച്ച് പോകണമെന്നല്ല. ഇതുവരെ വീടിൻ്റെ അടുത്ത് നിങ്ങൾ ആലോചിക്കുന്നത്, വീടിൻ്റെ അങ്ങോട്ട് നിങ്ങൾ 4 ഭാഗത്തേക്ക് നോക്കിയാൽ എല്ലാ വഴിയിലും നിങ്ങൾ സ്ഥിരമായി പോകാറുണ്ടെന്ന് ചോദിച്ചാൽ അതൊരു വല്ലാത്ത ചോദ്യമാണ്. അങ്ങനെ പോകാറില്ല. കാരണം എന്താ, എന്നും പോകാനും വരാനും സൗകര്യമുള്ള ഒരു പർട്ടിക്കുലർ വഴി നമ്മൾ കണ്ടെത്തുകയും ആ വഴിയിലൂടെ പോവുകയും ചെയ്യും. പക്ഷെ അതിനേക്കാൾ 250-350 മീറ്റർ ദൂരത്ത് കൂടെ നടന്നു കഴിഞ്ഞാൽ വേറെ വഴി കൂടെ പോകാൻ പറ്റും. ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ പുതിയൊരാളാകാം. അതൊരു ട്രാവലാണ്. ആക്ച്വലി അതും ഒരു ട്രാവലാണ്. അത്തരത്തിലുള്ളൊരു ട്രാവൽ നമുക്ക് പുതിയ ആളുകളെ സമ്മാനിക്കും, പുതിയ സ്ഥലങ്ങൾ സമ്മാനിക്കും. ഒബ്സർവേഷൻ സ്കില്ല് നിർബന്ധമാണ്. ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ ആ സ്ഥലത്തെ ഒബ്സർവ് ചെയ്യാനും അവിടുത്തെ ആളുകളെ ഒബ്സർവ് ചെയ്യാനും ആളുകളോടുള്ള സംസാരത്തെ ഒബ്സർവ് ചെയ്യാനൊക്കെ സാധിക്കും. ചില സമയത്ത് നമ്മൾ റെസിലിയൻ്റ് ആയും കൂടി ചെയ്യണം. എന്താണ് റെസിലിയൻ്റ് ആവുക? ചില ആളുകൾ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മളെ തന്നെ ഡാമേജ് ചെയ്യാവുന്ന രൂപത്തിലുള്ള വേർഡ്സ്, വാക്ക്, ബിഹേവിയർ, ആക്ഷൻസ് ഒക്കെ അവരുടെ നിന്ന് എമിറ്റ് ചെയ്യും. അതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം എന്താണ്, അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണല്ലോ ആ വഴിയിലൂടെ നടന്നത്. അപ്പോൾ പുതുതായിട്ട് ഒരാളെ സംസാരിച്ചിരുന്നപ്പം അയാൾ വളരെ ടഫായിട്ട് സംസാരിച്ചാൽ അത് നിങ്ങൾ എടുക്കേണ്ടതില്ല. കാരണം എന്താണ്, ലൈഫിനൊരു അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടിയാണ് അതിൽ നടന്നതിന് അക്കാഡമിക് ഇൻട്രസ്റ്റിനാണ് ഒന്ന് മനസ്സിലാക്കാനും പഠിക്കാനും. അപ്പോൾ ആളുകൾ പറഞ്ഞത് നിങ്ങൾ തലയിൽ എടുക്കണം, രണ്ട് ചെവി ഉപയോഗിക്കുക, അടുത്ത ചെവി കൂടെ കേൾക്കുക, വലത്തെ ചെവി കൂടെ വിടുക. അപ്പോൾ ആളുകളുടെ അവസ്ഥ റെസിലിയന്റ് അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയോ, ഈ പുതിയ ആൾക്കാരൊന്നും പരിചയപ്പെടാൻ പറ്റില്ല. ആളുകളുടെ ചിലർ വളരെ ടഫായിട്ട് സംസാരിക്കും, ചിലർ ജലസിയായിട്ട് സംസാരിക്കും, ചിലർ നമ്മളെ കുത്തി സംസാരിക്കും, ചിലർ ഉള്ളിൽ അർത്ഥം വെച്ച് സംസാരിക്കും, ചിലർ വരികൾക്കുള്ളിലൂടെ സംസാരിക്കും, ചിലർ വളരെ ദയാർത്ഥത്തിൽ സംസാരിക്കും. അങ്ങനെ പല രൂപത്തിലുള്ള സംസാരങ്ങളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കാണാനും ഒബ്സർവ് ചെയ്യാനും ഇരിക്കണം. ഇങ്ങനെ വരുന്ന സമയത്താണ് ആക്ച്വലി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യപ്പെടാതെ ഇരിക്കുന്നതിന്റെ പ്രധാന തടസ്സങ്ങൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളത് പറ്റാത്ത. സോ അനുഭവങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെ അനുഭവങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എവിടെയൊക്കെ മാറ്റം വരുത്തണം എന്ന് മനസ്സിലാവുക. രണ്ട് മൂന്ന് ആൾക്കാർ ടഫായി സംസാരിച്ചു, റെസിലിയൻ്റ് അല്ല എന്ന് മനസ്സിലാവും ചിലപ്പോൾ ചിലർക്ക്. ഓ, ഞാൻ തീരെ റെസിലിയൻ്റ് അല്ല, ഞാനത് ഒരാഴ്ചക്കൊന്നും അങ്ങേര് പറഞ്ഞ വാക്ക് മനസ്സിൽ നിന്ന് പോകുന്നില്ല. രാവിലെ തന്നെ സാറിന്റെ വർത്താനം കേട്ടിട്ടാണ് റൂട്ട് മാറി നടന്നത്. എന്നിട്ട് ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്നൊന്നും പറയരുത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, റെസിലിയൻ്റ് അല്ല. ആളുകളോട് നമ്മൾ ക്ഷമാപൂർവ്വം അല്ലെങ്കിൽ പേഷ്യൻസ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല എന്നാണ്. അത് വലിയൊരു തിരിച്ചറിവായിരിക്കണം. ആ തിരിച്ചറിവിൽ നിന്നാണ് എമോഷണൽ സ്റ്റെബിലിറ്റി കൂട്ടേണ്ടത്. ഇങ്ങനെ ഇങ്ങനെ ഓരോ ഏരിയയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചാൽ, ചില ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ചില പുതിയ ഏരിയ, പുതിയ കാര്യങ്ങളൊക്കെ. ഞാനൊരു ഹോട്ടലിൽ കയറി ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ സമയത്ത് ഒരിക്കൽ അവിടെ സീറ്റുകളൊക്കെ കാലിയുണ്ട്, പക്ഷെ ഞാൻ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. അതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് പുള്ളി ഭക്ഷണം ഓർഡർ ചെയ്തു, ഞാനും ഭക്ഷണം ഓർഡർ ചെയ്തു. ഞങ്ങൾ തമ്മിൽ പരസ്പരം പരിചയപ്പെട്ടാലോ എന്ന് ചോദിച്ചു. ആവാന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിട്ട് 3 മാസം മുമ്പുള്ളൊരു സംഭവം. സി അപ്പോ ഏതൊക്കെയോ വിഷയങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിക്കാം എന്ന രൂപത്തിൽ തന്നെ ഞാനും പോയത്. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിനുള്ള ആളെ പരിചയപ്പെടാൻ വേണ്ടി പോയി. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ഒരിക്കലും കേൾക്കാത്ത, അറിയാത്ത, മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ എൻ്റെ അറിവിന്റെ ഇതിനെക്കുറിച്ച് ആലോചിച്ച, നമുക്ക് തീരെ അല്ലെങ്കിൽ നമുക്ക് ഒരു വൈറ്റ് ബോർഡ് വലുതാക്കി 6:4 ബോർഡിൽ 0.000 ഇട്ട് അവസാനം വരെ വലത് ഭാഗം വരെ മുട്ടുന്നത് വരെ 0 ഇട്ടിട്ട് ഇടയ്ക്ക് വന്നിട്ടിട്ടാണ് ഞാൻ ട്രെയിനിങ്ങിൽ കാണിക്കുക. ദിസ് മച്ച് അറിവ് എൻ്റെ അടുത്തില്ല എന്ന് ഞാൻ ആൾറെഡി പറഞ്ഞിട്ടാണ് സംസാരിക്കുക. കാരണം ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആളുകൾ മിക്കവാറും 100% പഠിച്ചു വന്നിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പറയാൻ പോകുന്ന ഒന്നും കേൾക്കില്ല. അവരിങ്ങനെ നിങ്ങൾ പറയും, ഞാൻ കേൾക്കട്ടെ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഭയങ്കര സ്റ്റിഫായിരിക്കും. അപ്പൊ ഈ സംഭവം ആദ്യം പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്ന സമയത്ത് ശരിക്കും ഞാൻ ഒരുപാട് ചെറിയ കുട്ടിയാവാൻ സാധിച്ചു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് അറിയാൻ പറ്റി. ഈ ഒബ്സർവേഷണൽ സ്കിൽ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടിയായിട്ടുണ്ട്. റെസിലിയൻസ് ഉണ്ടോ, ഒബ്സർവേഷൻ സ്കില്ലുണ്ടോ, അതേപോലെ പുതിയ ആളുകളെ പരിചയപ്പെടാൻ, പുതിയ നോളജ് ഉണ്ടാക്കാൻ, അറിവില്ല എന്നത് തിരിച്ചറിയാൻ, ഇത്തരത്തിലുള്ള ഒരു 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 പുതിയ ട്രാവലിംഗ് നടത്താൻ, പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ, പുതിയ ആളുകളെ പരിചയപ്പെടാൻ, ഈ അവസാനം പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ, ഈ ടിപ്സുകളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഗ്രോ ചെയ്യുന്നത് കാണാൻ പറ്റും. സോ ലെറ്റ് us ചേഞ്ച് അവർ വേൾഡ് പേഴ്സണലി. ലെറ്റ് us മേക്ക് അവർ പാരഡൈം ഷിഫ്റ്റഡ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ്. ലവ് യു ഓൾ. Okay, sir. Thank you. താങ്ക് യു. താങ്ക് യു, റഹ്മത്ത്.